നമ്മളൊരു നല്ല സിനിമ കണ്ടു കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ നമ്മുടെ മൂഡിനെയൊക്കെ മൊത്തത്തിൽ തന്നെ വളരെയധികം ഹീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ സിനി ഫയൽസിനൊക്കെ ചിലപ്പോൾ പ്രത്യേകിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മൾ സാധാരണ പറയാമല്ലോ, ഒരു പൊട്ട സിനിമ അല്ലെങ്കിൽ മോശം സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ ആകെ ബാഡായി പോകും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ വളരെ ഒരു നല്ല ഒരു സൂത്തിങ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ്, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി ആ സിനിമയുടെ മൂഡും അനുസരിച്ചിരിക്കും. എങ്കിലും ഒരു നല്ല സിനിമ കാണുമ്പോൾ അതിപ്പോൾ എനിക്ക് പേഴ്സണലി ഏത് ജേണറാണെങ്കിലും ഒരു നല്ല സിനിമയാണ് എനിക്ക് ഭയങ്കരമായിട്ട് അതൊരു ഹീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇപ്പം ഞാനിവിടെ എറണാകുളത്താണ് താമസിക്കുന്നത്. എറണാകുളത്ത് ലുലുവിൽ രാത്രി ഒരു ഷോ മാത്രമേ ഉള്ളൂ. അപ്പോൾ സിനിമ 2025 ലാസ്റ്റാണ് ഇറങ്ങിയത്. അപ്പോൾ സിനിമ ഇറങ്ങി ഇത്ര ദിവസം കഴിഞ്ഞിട്ടും തിയേറ്ററിൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ സിനിമ തുടങ്ങി അതിൻ്റെ ടൈറ്റിൽ വന്നപ്പോൾ A24 സ്റ്റുഡിയോസ് ആണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെ സിനിമകളെല്ലാം തന്നെ നമുക്കറിയാം വളരെ ഒരു ടോപ്പ് നോച്ച് സിനിമകളാണല്ലോ. മാർട്ടി സുപ്രീം എന്ന സിനിമയാണ് ഞാൻ ഇന്നലെ കണ്ടത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു സ്പോർട്സ് ഡ്രാമ സിനിമയാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ടേബിൾ ടെന്നീസിൻ്റെ വേൾഡിലേക്കാണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ടേബിൾ ടെന്നീസിനെ പറ്റിയോ ആ ഒരു സ്പോർട്സ് ആ ഒരു വേൾഡിനെ പറ്റിയൊന്നും ഒന്നും അറിയില്ല. പക്ഷേ ഈ സിനിമ തുടങ്ങിയപ്പോഴാണ് ഞാനും പെട്ടെന്ന് അതിലേക്ക് അങ്ങ് വളരെയധികം ഹുക്കായി പോയി. അങ്ങനെ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു സ്പോർട്സ് ഡ്രാമയായിട്ടാണ് സിനിമ തുടങ്ങുന്നത്. പിന്നീട് അത് സ്റ്റാർട്ടിങ്ങിൽ പിന്നെ എന്തിലാണ് ഈ ടേബിൾ ടെന്നീസിൻ്റെ അതിൻ്റെ ക്ലൈമാക്സിലേക്കുള്ള ബിൽഡപ്പ് ആയിട്ടാണ് പിന്നെ അങ്ങോട്ട് മൊത്തം ഡ്രാമയായിട്ടാണ് കഥ പോകുന്നത്. പക്ഷെ സിനിമ തുടങ്ങിയിട്ട് എൻ്റെ പൊന്നോ പിന്നെ നമ്മൾ അങ്ങോട്ട് പിടിച്ചിരുത്താണ്. അതായത് സിനിമയുടെ പേസിങ്ങിലാണെങ്കിലും ആ ഒരു സ്പീഡിലൊക്കെ ആണെങ്കിലും സിനിമ നമ്മളങ്ങോട്ട് ഹുക്കാക്കി അങ്ങോട്ട് കൊണ്ടുപോകണാണ്. പിന്നെ നമ്മുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോകില്ല. കാരണം സിനിമ നമ്മളങ്ങോട്ട് ആ ക്യാരക്ടേഴ്സിലായിട്ട് നമ്മളങ്ങോട്ട് മുഴുകി അങ്ങോട്ട് ഇരുന്നു പോയി. അപ്പോൾ നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേര് മാർട്ടി മോസർ എന്നാണ്. അപ്പോൾ ഈ സിനിമ ഒരു റിയൽ സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ ലൂസ്ലി ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻസ് ആണ്. മാർട്ടി റേസർ എന്ന് പറഞ്ഞ ഒരു ലെജൻഡറി ടേബിൾ ടെന്നീസ് കളിക്കാരൻ്റെ ലൈഫിനെ ഒരു ഭാഗ്യമുണ്ട്. അതായത് നമുക്കറിയാമല്ലോ, ഏത് റിയൽ ഇൻസിഡൻ്റ് ആണെങ്കിലും സിനിമയ്ക്ക് അത് വരുമ്പോഴത്തേക്കും കുറേ പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് ഇത്തിരി എന്നാലും നമുക്ക് കാണുമ്പോഴൊരു രസമുള്ളൂ. ഇപ്പോൾ ദങ്കൽ അങ്ങനത്തെ സിനിമകളൊക്കെ നമുക്കറിയാമല്ലോ, റിയൽ ഇൻസിഡൻറ്റിൽ നിന്നൊക്കെ കുറേ മാറി സിനിമയുടെ എല്ലാ ചേരുവകളൊക്കെ ചേർത്തായിരിക്കും തന്നെ. അപ്പോൾ ഇതും ലൂസ്ലി ബേസ്ഡ് ഓൺ റിയൽ ഇവൻസ് ആണ്. അങ്ങനെ സിനിമ തുടങ്ങുന്നത് ഒരു സ്പോർട്സ് ഡ്രാമയായിട്ടാണ് തുടങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കും ഈ ടേബിൾ ടെന്നീസായിട്ട് ഞാൻ അധികം സ്പോർട്സ് ഒന്നും അധികം കാണാത്ത ആളാണ്. ഞാൻ പേഴ്സണലി ഞാനൊരു അത്ലറ്റ് ആണെങ്കിലും ഞാനതങ്ങനെ കാണാറൊന്നുമില്ല. ഈ ടേബിൾ ടെന്നീസിൻ്റെ ആ ഒരു വേൾഡും പിന്നെ അങ്ങോട്ട് ഈ ക്യാരക്ടർ മാർട്ടി മൗസർ എന്ന് പറഞ്ഞാൽ തിമോത്തി ഷാലമറ്റ് നമ്മുടെ ഡ്യൂണിലെ നായകനാണ്. അപ്പോൾ പുള്ളിയാണ് ഈ സെൻട്രൽ ക്യാരക്ടറായിട്ടൊക്കെ ചെയ്യുന്നത്. പക്ഷെ പുള്ളിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അയ്യോ, അതായത് ഈ ക്യാരക്ടർ പുള്ളിയുടെ അഴിഞ്ഞാട്ടമാണ്. അതായത് ഒരു ബയോപിക് പോലത്തെ പടമാണല്ലോ. അപ്പോൾ ത്രൂ ഔട്ട് പടം ഫുള്ള് പുള്ളി അങ്ങ് ജീവിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തത് പണ്ടാണെങ്കിൽ മറ്റേ നമ്മുടെ ലിയോണാർഡോ ഡിക്കാപ്രിയോന് കിട്ടേണ്ട ഒരു റോളാണ് പുള്ളിയുടെ ചെറുപ്പമാണെങ്കിൽ. പുള്ളി ഇങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ചെയ്താണ്ടല്ലോ. ഇപ്പോൾ കാഷ് മീ ഇഫ് യു ക്യാൻ, വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ്. അപ്പോൾ ഇതൊക്കെ പോലെ ഈ പണ്ടായിരുന്നെങ്കിൽ ഡിക്കാപ്രിയോ ഒക്കെ കിട്ടേണ്ട റോളാണെന്ന് എനിക്ക് തോന്നി. കാരണം ഈ പുള്ളിയുടെ ഒരു മീറ്റർ, ഈ പുള്ളിയുടെ ഒരു എനർജി, ഇയാൾ ഇത്തിരി എക്സെൻട്രിക്കും, ഈ കേയോസ്, ഇയാൾ കടന്നു പോകുന്ന ലൈഫ്, അത് വെറുതെ സിനിമ മൊത്തം നമ്മളിങ്ങോട്ട് പിടിച്ചങ്ങിരുത്തും. സിനിമ തുടങ്ങുമ്പോൾ സ്പോർട്സ് ആയിട്ട് പിന്നെ ഡ്രാമയാവും. സ്പോർട്സ് ഡ്രാമ തുടങ്ങുമ്പോൾ ഈ ടേബിൾ ടെന്നീസിൻ്റെ വേൾഡ് കാണിച്ച് പിന്നെ അങ്ങോട്ട് ഇയാളുടെ വേൾഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അഡ്വഞ്ചറസ്, അല്ലെങ്കിൽ ഇയാൾ ഇത്തിരി കോക്കി ആയിട്ടുള്ള, ഇത്തിരി എക്സെൻട്രിക് ആയിട്ടുള്ള, ഇത്തിരി തെറിച്ച് നിൽക്കുന്ന, വളരെ നല്ലവനായിട്ടുള്ള ആളുമല്ല, ഇയാൾ ഇത്തിരി ഗ്രേ ഷെയ്ഡിൽ നിൽക്കുന്ന ആളാണ്. ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സും സിനിമ തുടങ്ങി ഇങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വരും, ഇയാളുടെ ജീവിതത്തിനെ ചുറ്റിപ്പറ്റി, ഇയാളുടെ ലൈഫിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് അതാണ് ഈ ക്യാരക്ടേഴ്സ്, ഈ കാസ്റ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ഭംഗി എന്ന് എനിക്ക് തോന്നിയത്. ഓരോ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരിങ്ങനെയാണ്. അങ്ങനെ ഈ കഥാപാത്രങ്ങൾ, ഈ ലൈഫ്, അതായത് ഡ്രാമ ആണെങ്കിലും ഓരോ ഇൻസിഡൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കും. അപ്പോൾ നമ്മളതിൽ കണക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. സിനിമക്കാണെങ്കിൽ ഒരു 2.5 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്, നല്ല ലെങ്ത് ഉള്ള സിനിമയാണ്. പക്ഷേ സിനിമ തീരണ വരെ നമ്മളത് അറിയൂല. ഭയങ്കര നല്ലൊരു സ്പീഡിലാണ് പോകണം. അതായത് പേസിങ് ആണെങ്കിലും കറക്റ്റ് ഒരു പേസിങ്ങിലാണ് പോകണം. അത്രക്ക് നല്ല ഭംഗിയുള്ളൊരു സിനിമ. അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ടെക്നിക്കൽ സൈഡിലാണെങ്കിൽ എല്ലാ രീതിയിലും ടോപ്പ് നോച്ചാണ് സിനിമ നിൽക്കുന്നത്. അതിൻ്റെ ക്യാമറ ആവട്ടെ, അതിൻ്റെ ലൈറ്റിംഗ് ആവട്ടെ. ഇതൊരു പീരീഡ് ഡ്രാമയാണ്. ഇപ്പോൾ പഴയ കാലത്ത് അടക്കണേ, ഒരു 50s അടക്കണേ. അപ്പോൾ ആ വിഷ്വൽസ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് സൗന്ദര്യബോധമുള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് പ്രത്യേകിച്ച് മനസ്സിലാവും. അതായത് അങ്ങനത്തെ നല്ല കലാമൂല്യമുള്ള സിനിമകളൊക്കെ കാണുന്നവർക്കറിയാം അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയുടെ ഒരു ഭംഗി, അതിൻ്റെ ആ വിഷ്വൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല സിനിമ കാണുമ്പോൾ നമുക്കൊരു ഹീലിംഗ് എഫക്റ്റ് കിട്ടുന്ന പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ക്യാമറ ലൈറ്റിങ് എന്ന് വെച്ചാൽ ഒരു പഴയ കാലമാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു ചെറിയൊരു ഗ്രെയിൻസിൻ്റെ ടെക്സ്ചറൊക്കെ ഇടയ്ക്ക് കൊടുത്താണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സൂത്തിങ് ആയിട്ടുള്ള എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ സിനിമയാണെങ്കിലും വളരെ ഒരു റോ ആയിട്ടുള്ള സിനിമയാണ്, ഭയങ്കര റഫ് ആയിട്ടുള്ള കുറേ സെക്സ് സീൻസ് ഉണ്ട്, കുറേ വയലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരുടെ സംഭാഷണം, ഇതൊക്കെ അങ്ങനെയാണ്. പക്ഷെ നമുക്കത് അതാണ് നമുക്ക് ഒന്നും കൂടി, എനിക്ക് പേഴ്സണലി ഇപ്പോൾ അങ്ങനത്തെ സിനിമകളൊക്കെ ആണെങ്കിലും ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള അറ്റംപ്റ്റ് ആയിട്ട് തോന്നും. അപ്പോൾ അത്
ഭയങ്കര നമുക്കത് വളരെ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പം ഓരോ ഇൻറ്റിമേറ്റ് സീൻ അല്ലെങ്കിൽ ഓരോ സെക്സ് സീൻസ് അത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേക്ക് ഔട്ട് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടോ, അത് പക്ഷെ അടുത്ത ഇവന്റിലേക്ക് ലീഡ് ചെയ്യണമായിരിക്കും. അതായത് ചുമ്മാ കൊണ്ടു വെച്ചിട്ടൊന്നുമല്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു കാരണമുണ്ട്. ടൈറ്റിൽ കാർഡ് തന്നെ അങ്ങനെയാണ്. അതായത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള സീൻ കാണിച്ചാൽ സിനിമ തുടങ്ങുന്നത്. പക്ഷെ അതൊക്കെ ഭയങ്കര സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് സിനിമയിൽ വെച്ചേക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടങ്ങുമ്പോൾ ഈ സ്പോർട്സ് കാണിച്ചിട്ട് പിന്നെ ഈ ഡ്രാമ അതങ്ങനെ ബിൽഡ് ചെയ്ത് മാർട്ടിയുടെ ലൈഫാണ് പടം മൊത്തം ത്രൂ ഔട്ട് ഈ എൻഡ് വരെ. സ്പോർട്സ് പിന്നെ ലാസ്റ്റാണ് തന്നെ, ലാസ്റ്റത്തേക്കുള്ള ക്ലൈമാക്സിലേക്കാണ് ഈ ഒരു ടേബിൾ ടെന്നീസിന്റെ ഒരു സംഭവത്തിനെ കൊണ്ട് വെച്ചേക്കുന്നത്. പിന്നെ തുടങ്ങുമ്പോൾ ഇത് സ്പോർട്സ് കാണിച്ചിട്ട് ഇയാള് ഇതാണ് സംഭവം എന്ന് കാണിച്ചിട്ട് ഇയാളുടെ ത്രൂ ഔട്ട് ഇയാളുടെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിലെ കുറച്ച് നേരം ഇയാളുടെ ടേബിൾ ടെന്നീസിൽ ഇയാളുടെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഇയാളുടെ ഒരു ലൈഫൊക്കെ കാണിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇയാളുടെ സ്ട്രഗിൾസ്, ഇയാൾ ബ്രോക്ക് ആവുന്നുണ്ട്. ഇയാളെന്നാലും ഫുള്ള് അത്ര ഞാൻ നേരത്തെ പറഞ്ഞ അത്ര ഗ്രേ ഷെയ്ഡിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇയാൾ പല രീതിയിലൂടെ ആയിപ്പ് കാണിക്കും, അല്ലെങ്കിൽ ഇയാൾ ഇത്തിരി ക്രൂക്കഡൊക്കെയാണ്. അങ്ങനെ ഒരു മിടുക്ക് കാണിക്കുന്ന ഒരാൾ, സാമർത്ഥ്യമുള്ള ആള്, അങ്ങനെ പല രീതിയിൽ ഇയാൾ ഇങ്ങനെ ഇയാളുടെ ഒരു സഞ്ചാരമുണ്ട്. അങ്ങനെ സഞ്ചരിച്ച് ക്ലൈമാക്സിലേക്കാണ് ഈ സ്പോർട്സ് പിന്നെ അതിന് വേണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ആ ഒരു ബിൽഡപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാളുടെ ലൈഫ് എന്ത് സൂപ്പർ, എന്ത് രസം എന്ന് പറയാം. അതാണ് മാർട്ടി സുപ്രീം എന്നുള്ളത്. സൂപ്പർ മാർട്ടി എന്ന് മറ്റേ കോക്കില്ല, അശ്വൻ കോക്കിന്റെ തമിഴിൽ വന്ന പോലെ തന്നെ. ഇതിന്റെ ഒപ്പം തന്നെ സിനിമേനെ വളരെയധികം എലവേറ്റ് ചെയ്യുന്ന എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ഡാനിയൽ ലൊപ്പാറ്റിന്റെ ഈ സിനിമയിലെ മ്യൂസിക്. പക്ഷെ എൻ്റെ പൊന്നോ, ജസ്റ്റ് വാവ്. അതായത് മ്യൂസിക് ആണെങ്കിലും മറ്റേ സിന്നേഴ്സിലൊക്കെ ആണല്ലോ ലുഡ്വിഗ് ഗൊറാൻസ് എന്ന് പറഞ്ഞ ആളിത് ഈ ഓപ്പൺ ഹൈമറിലെ മ്യൂസിക് ചെയ്ത പുള്ളി തന്നെ. അതേപോലത്തെയൊക്കെ തന്നെ ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് സാധനം ത്രൂ ഔട്ട് സിനിമ പെടച്ചേക്കണം. അതായത് ഒരു ഇലക്ട്രോണിക് മ്യൂസിക്, ഒരു നമുക്ക് ഈ മ്യൂസിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എപ്പിക് ഫീൽ ആയിരുന്നത്. അതായത് ഒരു ഭയങ്കര ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് ഫീൽ വരും. ഭയങ്കര ഒരു സൂത്തിങ് ഉള്ള ചില നേരത്തെ ഒരു സൂത്തിങ് ഉള്ള മ്യൂസിക്. അപ്പൊ ഇത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. സിനിമ ത്രൂ ഔട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ രസിച്ചിങ്ങനെ കണ്ടിരിക്കാൻ ഇങ്ങനെ തോന്നുന്നു. അവസാനം ഇതിന്റെ ക്ലൈമാക്സ് ആകുമ്പോൾ ഈ ടേബിൾ ടെന്നീസ് മാച്ച് നടത്തുന്നതും ഇതും ജപ്പാനിലാണ്. അപ്പൊ ഇത് സിനിമ മൊത്തം ഒരു ലോകസഞ്ചാരം പോലെ തന്നെ. ഒരു ഇയാൾ കടന്നു പോകുന്ന ഇയാൾ പറയുന്നുണ്ട്, ഐ ട്രാവൽഡ് ഹാഫ് വേ അക്രോസ് ദി വേൾഡ്, ഐ ആം റിയലി ടയേർഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൂടെ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമ്മളിങ്ങനെ ലോകം സഞ്ചരിക്കുന്ന ആ ഒരു കാലത്തിലൂടെ, പീരീഡ് സിനിമയാണല്ലോ, പഴയ കാലത്ത് 50കളിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാണ് സിനിമയുടെ മറ്റേ ക്രിഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ വർഷങ്ങൾക്ക് ശേഷം ബേസിൽ ജോസഫ് പറയുന്ന പോലെ, സിനിമയുടെ ഒരു മാജിക് എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നും. ഇപ്പോൾ സിനിമ തീരുമ്പോൾ ജപ്പാനിലാണ് ഈ ഫൈനൽ നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആളുകൾ, അവരുടെ കൾച്ചർ, അന്നത്തെ അവരുടെ ആ ഭാഷ തന്നെ എനിക്കിങ്ങനെ നമ്മൾ ആ ഒരു എന്താ പറയാ സിനിമയിലൂടെ ലോകം കാണുന്ന ഒരു ഫീലാണ് നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ കിട്ടുക. അല്ലെങ്കിൽ തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ടൈപ്പ് സിനിമകളാണ് ഇങ്ങനത്തെ ഒരു ജേണറിൽ വരുന്നത്. അതായത് ഒരു ബയോപിക്കിന്റെ ഷെയ്ഡിലുള്ള ഒരു നീണ്ട കാലയളവിൽ കഥ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു ക്യാൻവാസിൽ നടക്കുന്ന ഒരു എപ്പിക് ഫീൽ തരുന്ന ഈ ഒരു ക്യാൻവാസിൽ നടക്കുന്ന ഇങ്ങനത്തെ ചില സിനിമകളുണ്ടല്ലോ. ഫോറസ്റ്റ് ഗംപ്, ക്യാച്ച് മീ ഇഫ് യു ക്യാൻ, ലൈഫ് ഓഫ് പൈ, ടൈറ്റാനിക്, ഫൈറ്റ് ക്ലബ്ബ്, അങ്ങനത്തെ ചില സിനിമകൾ. അതായത് അത് ഇത്ര ഒരു ബയോപിക് പോലെ ചിലപ്പോൾ ഒരാൾ അതിലൂടെ കടന്നു പോകുന്ന സംഭവങ്ങളായിരിക്കാം, അല്ലെ ഫോറസ്റ്റ് ഗംപിലും ലൈഫ് ഓഫ് പൈലൊക്കെ ഉള്ള പോലെ. പിന്നെ അത് ചിലപ്പോൾ അത് പീരീഡ് ആയിരിക്കാം ചില സിനിമകൾ. ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ നമുക്കതൊരു ജീവിതം ജീവിച്ച് തീർക്കുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്, അല്ലെ. ഇപ്പോൾ വാരണമായാലും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു ജോണറാണ്. അപ്പോൾ മാർട്ടി സുപ്രീമും അത്തരത്തിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. താങ്ക്സ് ഫോർ വാച്ചിങ്.